പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകിയോ? വിവാദത്തിന്റെ സത്യാവസ്ഥ എന്താണ്? കർമ്മ ന്യൂസിന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ വൃദ്ധയായ സ്ത്രീക്ക് പണം നൽകിയിട്ടില്ല. വീഡിയോയിലും ശോഭാ സുരേന്ദ്രൻ ഇല്ല. ഇനി എന്താണ് മാധ്യമ റിപ്പോർട്ടുകൾ എന്ന് പരിശോധിക്കാം. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകി എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു എന്നും വീഡിയോയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നുമാണ്. എന്നാൽ വീഡിയോ കൃത്യമായി പരിശോധിച്ചതിൽ ഈ പറയുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ കാറിലാണ് ഇരിക്കുന്നത്. കണ്ണാടി മേഖലയിൽ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് സംഭവം. ഒരു വീട്ടിലെ വൃദ്ധയായ സ്ത്രീക്ക് BJP പ്രവർത്തകർ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊപ്പം കാറിലുണ്ടായിരുന്ന സ്ത്രീയാണ് പുറത്തിറങ്ങി വൃദ്ധയായ സ്ത്രീക്ക് പണം നൽകിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. വൃദ്ധയായ സ്ത്രീയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. മരണ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും വന്നു. തുടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്കും ഇവർ വന്നു. ഇവിടെ ഉള്ളവരുമായി കുറച്ചു നേരം സംസാരിക്കുകയും വൃദ്ധയുടെ കയ്യിൽ പണം നൽകുകയായിരുന്നു എന്നുമാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസ് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി. സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത ഇങ്ങനെയാണ്. വൃദ്ധയും രോഗിയുമായ ഒരു അമ്മയെ കാണാൻ ശോഭാ സുരേന്ദ്രൻ എത്തുകയായിരുന്നു. ഈ സമയത്ത് മരുന്ന് വാങ്ങാൻ സഹായിക്കണം, എനിക്ക് മരുന്നിന് തീരെ നിവൃത്തിയില്ല എന്നും വൃദ്ധയായ സ്ത്രീ പറയുന്നു. എന്നാൽ ഇലക്ഷൻ ആണെന്നും ഇപ്പോൾ സഹായിക്കാനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വൃദ്ധയായ സ്ത്രീയെ പറഞ്ഞു മനസ്സിലാക്കുന്നു. നിങ്ങൾ എല്ലാവരെയും സഹായിക്കുന്ന ആളല്ലേ എന്നും എനിക്കൊരു സഹായം ചെയ്യണമെന്നും വൃദ്ധ കരഞ്ഞു പറയുന്നു. കരയുന്ന വൃദ്ധയെ വീണ്ടും ആശ്വസിപ്പിച്ച് ശോഭാ സുരേന്ദ്രനും സംഘവും കാറിലേക്ക് വന്നു. തുടർന്ന് ശോഭയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തിരികെ ചെന്ന് മരുന്ന് വാങ്ങിക്കാനുള്ള പണം വൃദ്ധയ്ക്ക് നൽകി. ഇതാണ് വിവാദമായ സംഭവം. ഈ സമയത്ത് ശോഭ മരുന്നിന് പണം നൽകുന്ന സ്ഥലത്തില്ല, കാറിലുമായിരുന്നു. എന്തായാലും കരുതിക്കൂട്ടിയുള്ള ചതിയെന്നും ശോഭയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. ഈ വൃദ്ധയുടെ അടുത്ത് വരുത്തിയതും മറ്റും ആസൂത്രിത നീക്കമായിരുന്നു. പിന്നാലെ കോൺഗ്രസ് CPM പ്രവർത്തകർ ഉണ്ടായിരുന്നു. അവരായിരുന്നു മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. മരുന്നിന് പണം നൽകുന്ന വീഡിയോയിൽ എന്തായാലും ശോഭാ സുരേന്ദ്രനില്ല. ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവരുമായി ശോഭാ സുരേന്ദ്രൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളുണ്ട്. പണം ലഭിച്ച വയോധികയോട് ചോദിച്ചപ്പോൾ അവർ കൈ തുറന്ന് പണം കാണിച്ചു തന്നതായും പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ ഇവിടെ പ്രായം ചെന്ന ഒരു വൃദ്ധ, അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല എന്ന് പറയുമ്പോഴും ഒന്നും ചെയ്യാതെ, മറുപടി പറയാതെ, പൈസ കൊടുക്കാതെ, അല്ലെങ്കിൽ അവരെ സഹായിക്കാമെന്ന് ഉറപ്പൊന്നും പറയാതെ ശോഭാ സുരേന്ദ്രൻ വാഹനത്തിൽ ചെന്നിരിക്കുകയാണ്. അതിനുശേഷം വാഹനത്തിനുള്ളിൽ ഇവർ തമ്മിലൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടാകാം. എന്തായാലും ഒരു പാവം വൃദ്ധയായ ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, അവർക്ക് മരുന്നിന് പണമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് പോകാൻ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അവർ കൂടെ പോകുന്നില്ല, അവർക്ക് പകരം കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീയാണ് ചെന്ന് മരുന്ന് വാങ്ങാൻ. അതൊരു മാനുഷിക പരിഗണന മാത്രമാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിനെയും ചതിയായിട്ട് ചിത്രീകരിച്ച് അതിനെ ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത് വോട്ടിന് വേണ്ടി സ്വാധീനിച്ചു എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഇവരൊക്കെ പൊളിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ ഈ കാര്യങ്ങൾ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയവർ പറയുന്നത്. എന്തായാലും വരട്ടെ, മുന്നോട്ട് തന്നെ പോകട്ടെ. എന്താണ് ഇതിനൊരു തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് കർമ്മ.